നമസ്കാരം. മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ സെയിൽസോ സർവീസോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ഒരു വീട്ടിൽ പോയിട്ട് സാധനം വിൽക്കുന്നവരായിക്കോട്ടെ, എന്തായാലും നമ്മൾ സാധനം വിൽപ്പന ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് എല്ലാവരും പോയി ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു, എല്ലാവരും സെയിൽ ചെയ്ത്. പക്ഷേ ഒരു 10 പേരെ കണ്ട 2 പേരെയോ ഒരാളെയോ അല്ലെങ്കിൽ 3 ആളെയോ 4 ആളെയോ കിട്ടുന്നുണ്ടാവാം. എന്നാൽ 10 പേരെ കണ്ട 10 പേരെയും ഇല്ലെങ്കിൽ ഒരു 8 പേരെങ്കിലും ഇല്ലെങ്കിൽ 7 പേരെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ രീതികളൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രോസ്പെക്ട്സ്, അതിനുശേഷം ആണ് പ്രോബ്ലം, പിന്നെയാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോസ്പെക്ട്സ്, നമ്മൾ കസ്റ്റമർ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ആരാണെന്ന് മനസ്സിലാക്കി, അവരുടെ കാറ്റഗറി മനസ്സിലാക്കി, അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി, നെക്സ്റ്റ് അവരുടെ പ്രോബ്ലമാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എപ്പോഴും വരുമ്പോൾ ഒരു കടയിലേക്ക് ഒരാൾ കയറി വന്നാൽ അപ്പാട് നമ്മൾ നമ്മുടെ കയ്യിൽ സാധനം വിൽക്കാനുള്ള പ്രേരണ വിൽക്കുകയാണ്. അവർ എന്തിനാണ് വന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇനി നമ്മൾ പോയി സർവീസ് ചെയ്യുന്നത് അതിൽ എത്തരത്തിലെ ആൾക്കാരാണ്, അവർക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ആവശ്യകതയുണ്ട് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആ പ്രോസ്പെക്റ്റിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ പ്രോസ്പെക്റ്റിൻ്റെ പ്രോബ്ലംസ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോസ്പെക്റ്റിനെ മനസ്സിലാക്കി, അവരുടെ ആവശ്യകത മനസ്സിലാക്കി, അവർക്ക് കറക്റ്റായിട്ട് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന, ഇനി നമ്മുടെ കയ്യിൽ സാധനമില്ല, നമ്മളെ കയ്യിൽ സാധനമില്ല എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് വേറൊരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ജെനുവനായിട്ട് സാധനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് നമ്മൾ വേറെ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥാപനമായിട്ടോ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് എടുക്കില്ല ഉറപ്പായി കഴിഞ്ഞാൽ എന്താവും, അവർക്ക് ആവശ്യമുള്ള സാധനമില്ല. ഈ നമ്മുടെ കയ്യിൽ ഉള്ള സാധനം പിടിപ്പിക്കുക എന്നുള്ളതാണ് പല ആൾക്കാരും ചെയ്യുന്നത് പദ്ധതി. നേരെ കുറിച്ച് അവർക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വില കുറഞ്ഞ സാധനമായിരിക്കും, ഇല്ലെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ സാധനമായിരിക്കും. അത് നമ്മളിങ്ങനെ പിടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ജന്മത്തിൽ ആ സ്ഥാപനത്തിൽ പിന്നെ അവർ കയറില്ല. നേരെ മറിച്ച് അവരുടെ പ്രോബ്ലം മനസ്സിലാക്കി, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചാൽ, ചിലപ്പോൾ അവർ പ്രീമിയം സെഗ്മെൻറ്റിലെ പ്രൊഡക്റ്റായിരിക്കും ആവശ്യമുണ്ടാവും, ഹൈ ക്വാളിറ്റി സാധനമായിരിക്കും ആവശ്യമുണ്ടാവുക. അത് നമ്മുടെ ഇല്ല എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുക്കില്ല സ്ഥാപനത്തിലോ അതല്ലാതെയുള്ള സ്ഥാപനത്തിലോ അവരെ റെക്കമെൻഡ് ചെയ്ത് സാറിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള സാധനം അതാണ് എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് വിടുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഗുണം ചെയ്യുക. അതുകൊണ്ടെന്ത് ഗുണം, നമ്മൾക്ക് ഈ വ്യക്തിയെ വേറെ ഏത് പ്രൊഡക്റ്റ് നമ്മൾക്ക് വന്നു കഴിഞ്ഞാലും സാറിന് ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് സാറിന് പറ്റുന്ന പ്രൊഡക്റ്റാന്ന് പറഞ്ഞാൽ അവർ ഓടി വന്നിട്ട് എടുക്കും. ഇല്ലെങ്കിൽ അവർക്ക് വേറെ ആവശ്യം വന്നാൽ പോലും അവർ നമ്മളെ മാത്രമേ സമീപിക്കൂ. പലപ്പോഴും ഇത് ആൾക്കാർ തിരിച്ചറിയുന്നില്ല. നമ്മുടെ കയ്യിൽ സാധനം എങ്ങനെ പിടിപ്പിച്ചിട്ട് വിടുക എന്നില്ല, ഇല്ല ശല്യം ചെയ്ത് വാങ്ങിപ്പിക്കുക എന്നില്ല. നമ്മളോടൊരു ബന്ധത്തിന് പേരിൽ ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് എടുത്തു തരും. പക്ഷേ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അവരെ പഠിച്ചതിന് ശേഷം നേരെ പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കുന്നതിന് പകരം അവരുടെ പ്രോബ്ലം നമ്മൾ പഠിക്കണം, അവരുടെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് എന്താണോ ആപ്റ്റായിട്ട് സാധനം അത് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റി കൊടുക്കണം. തീരെ നമ്മൾക്ക് ഇതിലെ സാധനം എടുക്കില്ല എങ്കിൽ നമ്മളത് മറ്റു രീതിയിലേക്ക് കൂടി ചിന്തിച്ച് അവർക്ക് ഗുണപ്രദമാക്കണം. ആരും തന്നെ ഈ രീതിയിലേക്ക് ചെയ്യുന്നില്ല, ആരും തന്നെ എന്നല്ല പറയുന്നത്, നമ്മൾ ആ രീതിയിൽ കൂടി ചെയ്താൽ നമുക്ക് സെയിൽ കൂട്ടാൻ സാധിക്കും, അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് മാത്രമേ പിന്നെ പ്രോഡക്റ്റ് എടുക്കുള്ളൂ. നമ്മൾ പറയുന്ന സാധനമേ, നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന സാധനം മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അവരെ ആവശ്യക്കാരാക്കി മാറ്റിയിട്ട് കൊടുക്കണം. അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമേ ഇല്ല എങ്കിൽ ഒരിക്കലും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കണം. പ്രോസ്പെക്റ്റാണ് ആദ്യം, അവരെ കസ്റ്റമറാണ് ആദ്യം നമ്മൾ അവരെ പഠിക്കണം. അവരെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറ്റുന്ന ആ ഒരു സാധനം നമ്മൾ കയ്യിൽ ഉള്ളതാണോ, അവർക്ക് പറ്റുന്ന സാധനമായി ഇത് അവതരിപ്പിക്കാൻ നമുക്ക് പറ്റുമോ. അപ്പോൾ അവരുടെ പ്രോബ്ലം പഠിക്കണം, അവർക്ക് എന്താണ് ആവശ്യം,
അവർ ഇപ്പോഴത്തെ രീതികൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലെ പ്രൊഡക്റ്റുകളാണ് അവർക്ക് ആവശ്യം, അവർ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇല്ലേ, അവർക്ക് വീട്ടിലെ അവർ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ വേണം, എന്ത് തരത്തിലായിട്ട് അവരെക്കുറിച്ച് പഠിക്കുകയും അവരുടെ പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത് അതിനുശേഷം മാത്രമേ നമ്മളെ പ്രോഡക്റ്റ് ഇന്ന പ്രോഡക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാൻ പറ്റൂ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിനോട് അവർ സെയിൽസ് നമുക്ക് വേറെ കയ്യിൽ നമ്മൾ പ്രൊഡക്റ്റ് കൂടി അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുകൂടി നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ നല്ലത്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അദ്ദേഹം നമ്മൾ ഈ പ്രൊഡക്റ്റ് കൂടി ആവശ്യമുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതും കൂടി ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിൽ സെയിൽസ്, അതായത് 10 ലീഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10 ലീഡ്സ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സാധിക്കാത്തതിൻ്റെ കാരണം ഈ രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പ്രോസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുക, പിന്നെ അവരുടെ പ്രോബ്ലം മനസ്സിലാക്കുക, അതിനുള്ള സൊല്യൂഷനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം നമ്മുടെ പ്രൊഡക്റ്റ്. ഇല്ല എങ്കിൽ അടുത്ത രീതിക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും, സർവീസ് കൊടുക്കാൻ സാധിക്കാം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ സെയിൽസിനെ കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ജീവിതത്തിലെ പല മേഖലയെക്കുറിച്ചും നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക, നല്ല നല്ല നിങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള ആ രീതിയിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.